Watch full episodes on Jio Hotstar. നോക്കിക്കോ പോല ഈ ഇൻവിസിബിൾ വൈറസ് കൊണ്ട് ഞാൻ ലോകം മുഴുവൻ മാറ്റിയെടുക്കും. ഡോക്ടർ സൈറസ് എങ്കിൽ പെട്ടെന്ന് ഇതിന്റെ ടെസ്റ്റ് അങ്ങ് ആരംഭിക്കുന്നേ. എനിക്ക് കാണാൻ ഭയങ്കര ആകാംക്ഷയാ. ഇൻവിസിബിൾ ആള് എങ്ങനെ ഉണ്ടാവണേന്ന്. കാണുന്നതിനേക്കാളും നല്ലത് അനുഭവിക്കുന്നതല്ലേ പോല. ആദ്യം ഇത് നിന്നിൽ തന്നെ പരീക്ഷിക്കട്ടെ. നിക്കേ നിക്കാൻ അവിടെ നിക്കേ, നോക്കട്ടെ, പരീക്ഷിച്ച് നോക്കട്ടെ. ബോലാ ഇവിടെ വരാൻ എന്റെ അടുത്ത്. ബോലാ ഡോക്ടർ സാറേ എന്നെ വെറുതെ വിട്ടേക്ക് പ്ലീസ് പ്ലീസ്. എന്നെ വെറുതെ വിട്. എന്റെ വെറുതെ ടെസ്റ്റ് ചെയ്യല്ലേ ഡോക്ടർ സാർ. സ്വയം ഒന്ന് കണ്ണാടിയിൽ നോക്കൂ ബോലാ. ഇല്ല പ്ലീസ് എന്നെ ഒന്ന് ശരിയാക്കൂ. ഞാനാകുന്നു ഡോക്ടർ സൈറസ്. ഞാൻ ചെയ്തിട്ടുണ്ട് PhD ഇൻ വൈറസ്. നിന്നെ ഇപ്പോഴൊന്നും ശരിയാക്കാൻ പറ്റില്ല. ആദ്യം നിന്നെ കൊണ്ടൊരു കാര്യം നേടട്ടെ. എന്നെ ജോലി ചെയ്യണ്ടേ? കുറച്ച് ബാങ്കുകൾ കൊള്ളയടിച്ചാൽ മാത്രം മതി. അതിനുശേഷം ഞാൻ നിന്നെ മിസ്റ്റർ അപ്രത്യക്ഷൻ എന്നുള്ള പേരിൽ ലോകപ്രശസ്തനാക്കും. ഒരിക്കൽ പണത്തിനോടുള്ള എന്റെ ആഗ്രഹം നിന്നു കഴിഞ്ഞാൽ നിന്നെ ഞാൻ വീണ്ടും പഴയ രൂപത്തിലാക്കാം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു തെറ്റായ ജോലിയും ചെയ്യില്ല. അങ്ങനെയോ? എവിടെ പോവാ നീ? രാജുചേട്ടാ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ പ്ലീസ്. ഞാൻ ഭൂതമല്ല ബോലയാണ്. ഡോക്ടർ സൈറസ് ആണ് എന്നെ ഇങ്ങനെ അപ്രത്യക്ഷനാക്കിയത്. എനിക്കറിയാം നീ ബോലയാണെന്ന്. ഞാൻ ഒളിഞ്ഞു നിന്ന് നീ അപ്രത്യക്ഷനാകണത് കണ്ടോണ്ടിരിക്കുകയായിരുന്നു. നിന്നെ സഹായിക്കാൻ ഫുർഫുറി നഗറിലെ മോട്ടു പത്ലുവിനെ സാധിക്കൂ. ആരാ സുഹൃത്തേ അത്? ഞാൻ ഡോക്ടർ സൈറസിന്റെ അസിസ്റ്റന്റ് ബോലയാണ്. മോട്ടു, ഞാൻ എന്താ ഈ കാണുന്നത്? എനിക്കിവിടെ ആരെയും കാണാൻ പറ്റുന്നില്ല. പത്ലു, നിനക്ക് കാണാൻ പറ്റാത്തത് പോലെ തന്നെ എനിക്കും ഒന്നും കാണുന്നില്ല. അല്ല അതെ ഒന്ന് നിന്ന്. അല്ല നിക്ക്, ഞാൻ പറയണ കേക്ക്. അല്ല ഒന്ന് നിക്ക മോട്ടു പത്ലു. അല്ല മോട്ടു പത്ലു ഒന്ന് നിക്കുന്നേ. എന്റെ അമ്മോ, നിങ്ങളിപ്പോ എവിടുന്നായി വരുന്നത്? രക്ഷിക്കണം ചിങ്കം സാറേ, ഞങ്ങളുടെ പുറകിൽ ഭൂതമുണ്ട്. ശബ്ദം മാത്രം കേൾക്കുന്നുണ്ട്, പക്ഷെ കാണാൻ പറ്റുന്നില്ല. രക്ഷിക്കണം സാറേ. Why fear when Chingam is here? ഈ ചിങ്കത്തിനെ കണ്ട ഭൂതങ്ങളൊക്കെ പേടിച്ച് ഓടിപ്പോകും. ഇതൊക്കെ എന്ത്? എന്റെ അമ്മോ, ഭൂതം ഭൂതം. ചിങ്കം സാറേ, ഞങ്ങളെ അകത്തോട്ട് കേറ്റ്, ഞങ്ങളെയും കേറ്റ്. ഇൻസ്പെക്ടർ സർ, നിങ്ങളെങ്കിലും എന്നെ ഒന്ന് സഹായിക്ക് പ്ലീസ്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഞാൻ ഭൂതമായിരുന്നെങ്കിൽ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യില്ലായിരുന്നു. നിങ്ങളോട് ഞാൻ ഇങ്ങനെ സഹായം ചോദിച്ചിങ്ങ് വരില്ലായിരുന്നു. ഡോക്ടർ സൈറസ് ആണ് എന്നെ ഇങ്ങനെ അപ്രത്യക്ഷനാക്കിയത്. പ്ലീസ് ഹെൽപ്പ് മീ. ഓ, അതാണോ കാര്യം? എങ്കിൽ വേഗം ഡോക്ടർ ജഡ്കയുടെ അടുത്തേക്ക് പോയിക്കോ. അദ്ദേഹം വലിയൊരു സയന്റിസ്റ്റ് ആണ്. അദ്ദേഹം നിങ്ങളെ സഹായിക്കും. അല്ല, ഇവൻ പറയുന്നത് സത്യമാണല്ലോ. ഭൂതമാണെങ്കിൽ സഹായം ചോദിക്കില്ലല്ലോ. വരൂ, നമുക്ക് തന്നെ പോയി ഇവനെ സഹായിക്കാം.
ഡോക്ടർ ജഡ്ക ഹെൽപ്പ് മീ, എന്നെ ഒന്ന് സഹായിക്കൂ. ആരാ ഗസീട്ട്? ആരാ വന്നിരിക്കുന്നത്? പൊളിച്ചെടുത്തല്ലോ. ഭൂതം, ഭൂതം. ഡോക്ടർ ചക്ക, ഭൂതം. ദാ നോക്കൂ, പുതപ്പിനകത്ത് ഭൂതം. ഇല്ല ഇല്ല, ഞാൻ ഭൂതമല്ല. ഞാൻ പറയുന്നത് കേക്കൂ, ഞാൻ ഭൂതമല്ല, ഞാൻ മനുഷ്യൻ തന്നെയാ. ഓഹോ ഓഹോ, എന്റെ അമ്മോ, ഞാനിവിടെ ഇല്ലേ? അതെ, നിങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഇവൻ ഞങ്ങളുടെ കൂടെ വന്നവനാണ്. ഡോക്ടർ ജഡ്ക ഇത് പോലെയാണ്. സയന്റിസ്റ്റ് ആയ ഡോക്ടർ സൈറസിന്റെ അസിസ്റ്റന്റ് ആണ്. ഡോക്ടർ സൈറസ് ഇവനെ ഇൻവിസിബിൾ ആക്കിയിരിക്കുക. ഇപ്പൊ നിങ്ങൾ വേണം ഇവനെ സഹായിക്കാൻ. ഡോക്ടർ സൈറസ് ബാങ്ക് കൊള്ളയടിക്കാൻ വേണ്ടി ഇവനെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. അതാണ് അയാളുടെ പ്ലാൻ. അങ്ങനെയാണെങ്കിൽ മറുമരുന്ന് ഉടൻ തന്നെ കണ്ടുപിടിക്കണം. ആ മറുമരുന്ന് ആ സൈറസിന്റെ ലാബിൽ തന്നെ കാണുന്ന എനിക്ക് തോന്നുന്നത്. എന്നാ പിന്നെ പോകാം, ഡോക്ടർ സൈറസിന്റെ ലാബിലേക്ക് പോകാം. ബോല, നീ ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോണം. ഓക്കേ? അയ്യോ, എനിക്കറിയാമായിരുന്നു നീ തീർച്ചയായും വരുമെന്ന്. നീ എന്താ കരുതിയത്? ആന്റിഡോട്ട് നിനക്ക് വളരെ എളുപ്പത്തിൽ കിട്ടുമെന്നോ? മോട്ടു, പത്തലു, എന്നെ രക്ഷപ്പെടുത്ത്. ഈ കൂട്ടിൽ നിന്ന് എന്നെ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സഹായിക്കോ? ഞാനാകുന്നു ഡോക്ടർ സൈറസ്. ഞാൻ ചെയ്തിട്ടുണ്ട് PhD ഇൻ വൈറസ്. മോട്ടു പത്ലു, എന്റെ അടുത്തേക്ക് വരരുത്. വന്നാൽ എല്ലാവരെയും ഞാൻ ഇൻവിസിബിൾ ആക്കും. ഏയ്, എവിടെ പോവുക? അവിടെ നിൽക്കാൻ. ഡോക്ടർ സൈറസിനോടാണോ നിങ്ങളുടെ കളി? എടോ, നിക്കടോ അവിടെ. മോട്ടു, എന്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്. നീ ഇവനെ ബിസി ആക്ക്. ഞാൻ പോയിട്ട് ബോലയെ തുറന്നു വിട്ട് ആന്റിഡോട്ട് തപ്പട്ടെ. ഓക്കെ, ശരി. ഓടിക്കോ മോട്ടു, ഓടിക്കോ. അത് ശരി, ഇവിടെയാണല്ലേ? എവിടെ ഓടിയാലും നീ എവിടെ വരെ ഓടും? എന്നോട് കളിക്കാൻ നിക്കല്ലേ? വേഗം പറ, ഈ വൈറസിന്റെ ആന്റിഡോട്ട് എവിടെയാണുള്ളത്? ഇല്ലെങ്കിൽ ഞാൻ നിന്നെ ഇൻവിസിബിൾ ചെയ്യുന്നതായിരിക്കും. എന്നെ ഇൻവിസിബിൾ ആക്കല്ലേ, പ്ലീസ് പ്ലീസ് പ്ലീസ്. ശരി, സ്പ്രേ അടിക്കുന്നില്ല. പക്ഷേ ഇപ്പൊ നീ പെട്ടെന്ന് ആന്റിഡോട്ട് എവിടെയാണെന്ന് പറഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ, ഞാനിത് പ്രസ് ചെയ്യുകയും ചെയ്യും, നീ പിന്നെ ഇൻവിസിബിൾ ആവുകയും ചെയ്യും. ഇനി ഞാൻ ആന്റിഡോട്ട് കൊണ്ട് ശരിയായിക്കൊള്ളും. നിങ്ങൾ എന്ത് ചെയ്യും മോട്ടു പത്ലു? അടികൊള്ളാൻ തയ്യാറായിക്കോളൂ എന്റെ കൂട്ടുകാരെ. ഇതും കൂടി ഇരിക്കട്ടെ. എങ്ങനെയുണ്ട്, കൊള്ളാവോ? എവിടെ ഓടുവാടാ നീ? എടോ, ധൈര്യോടെ നേരിട്ട് വന്ന് തല്ലുകൂടോ. ഒളിച്ചിരുന്ന് ഇങ്ങനെ തല്ലുകൂടാൻ നാണമില്ല തനിക്ക്. ഇത്രയും ഇവിടെ കിടന്ന് ഇങ്ങനെ അടികൊള്ളുന്നതിന് പകരം ഞാനും ഇൻവിസിബിൾ ആവുന്നതല്ലേ നല്ലത്. നിനക്ക് അപ്രത്യക്ഷനാകാൻ പറ്റില്ല. ഇനിയും നിനക്ക് തല്ലുകൊള്ളാനുള്ളതല്ലേ? ഓലയെ സഹായിക്കാൻ വന്നതാണല്ലേ? പക്ഷേ നിന്നെ ആര് സഹായിക്കും? എടോ, താൻ അപ്രത്യക്ഷമായെന്നല്ലേ ഉള്ളൂ, പക്ഷെ തന്റെ ബോഡി ഇവിടെ ഉണ്ടല്ലോ. ഇനി നീ എങ്ങനെ രക്ഷപ്പെടും മോനെ? പത്ലു, പത്ലു, വേഗം വരൂ. ഞാനിതേ ഇവനെ പിടിച്ചു വെച്ചിട്ടുണ്ട്. എന്റെ പത്ലു. അതെ, ഇതാണ് ആന്റിഡോട്ട്. താങ്ക് യു, താങ്ക് യു. ഞാൻ ശരിയായി. പത്ലു, ഒന്ന് വേഗം വരൂ. ഞാൻ ഇവനെ പിടിച്ചിട്ടുണ്ട്.
മോട്ടു മോട്ടു നീ എവിടെയാണ്? മോട്ടു, എനിക്ക് തോന്നുന്നു വേറെ റൂമിലാന്നാ. ഡോക്ടർ സൈറസ്, നിന്റെ കളി ഇപ്പൊ ഇതോടുകൂടി അവസാനിക്കുകയാണ്. ഞങ്ങൾക്ക് ആന്റിഡോട്ട് കിട്ടിക്കഴിഞ്ഞു. ഇല്ലില്ല. എന്റെ ഇത്രയും കാലത്തെ പരീക്ഷണം അതാരെങ്കിലും കൊണ്ടുപോകാനോ? ഞാൻ അതിന് സമ്മതിക്കില്ല, ഒരിക്കലും സമ്മതിക്കില്ല. കൊണ്ടുപോകരുത്. നിങ്ങളുടെ കഷ്ടപ്പാടിന്റെ ഫലം ആരും പഠിച്ചോണ്ട് പോവില്ല. വരൂ ഡോക്ടർ സൈറസ്, ജയിൽ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. മോട്ടു പത്ലു, നിങ്ങൾക്ക് വളരെ നന്ദിയുണ്ട്. ഞാൻ നിങ്ങളോട് അപ്പോഴേ പറഞ്ഞില്ലേ, നിങ്ങൾക്ക് എവിടുന്നെങ്കിലും സഹായം ലഭിക്കണം എന്നുണ്ടെങ്കിൽ അത് മോട്ടു പത്ലുവിന്റെ കയ്യിൽ നിന്ന് മാത്രമേ ലഭിക്കൂന്ന്. ഈ ജോണായിരിക്കും ഡോൺ, ജോൺ തന്നെയായിരിക്കും ഡോൺ. നല്ല ചൂട് സമൂസയാണല്ലോ, എടുത്താ കടിച്ചേക്കാം. ആദ്യം പണം തായോ, അല്ലാതെ വെറുതെ നിന്നിട്ട് പോകാൻ പറ്റില്ല. എന്നിട്ട് പൈസക്ക് എന്റെ പുറകെ ഓടി വരാൻ എന്നെ കൊണ്ട് പറ്റില്ല. എന്താ ജോണിനെ അപമാനിക്കുന്നോ? ഇനി എന്താ നടക്കാൻ പോകുന്നത് കാണേ. ജോൺ, നീ എപ്പോഴും ഇങ്ങനെ തെറ്റായ പ്രവൃത്തികൾ ചെയ്തുകൊണ്ടിരിക്കുക. ഒരിക്കലെങ്കിലും നിനക്ക് നല്ല കാര്യം ചെയ്തുകൂടെ? അല്ലെങ്കിൽ യമരാജൻ നിന്നെ കൊണ്ടുപോകുന്നത് നരകത്തിലേക്കായിരിക്കും. എനിക്ക് യമനയോട്ട് അറിയുകയില്ല, യമനുണ്ടെന്നുള്ള വിശ്വാസവുമില്ല. എന്നാ നിന്റെ ആഗ്രഹം പോലെ നടക്കട്ടെ. പക്ഷെ അങ്ങനെയൊന്നും പറയല്ലേ, യമരാജാവിന്റെ ചെവി എല്ലായിടത്തും ഉണ്ട്, അത് ഓർമ്മിച്ചോ. വിളിച്ചെടുത്തല്ലോ. അദ്ദേഹം എങ്ങാനത് കേട്ട് കഴിഞ്ഞാൽ തന്റെ കാര്യം പോക്കാണ്. ഈ ജോണിന് ആരെ കണ്ടാലും പേടിയേയില്ല. മറ്റുള്ളവരല്ലേ എന്നെ കണ്ട് പേടിക്കേണ്ടത്. പക്ഷേ എന്ന് യമരാജൻ നിന്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടുന്നു, അന്ന് നിന്റെ ഈ ജീവനും കാണില്ല, പിന്നെ നീ കാണിക്കുന്ന അഹങ്കാരവും ഉണ്ടാവില്ല. വരൂ മോട്ടു, നമുക്ക് യമരാജാവിന്റെ വേഷം കെട്ടി തന്നെ പേടിപ്പിക്കാം. ഇന്നത്തോടെ ഇവന്റെ ധൈര്യമെല്ലാം നമുക്ക് ചോർത്തി കളയണം. ഓയ് പത്ലു, നിന്റെ ഐഡിയ എന്തായാലും കൊള്ളാം. ഞാൻ ഇട്ടു തരാം നിങ്ങൾക്കുള്ള മേക്കപ്പ്. അപ്പൊ പിന്നെ നിങ്ങളെ കാണുമ്പോ യമധർമ്മനെയും ചിത്രഗുപ്തനെയും പോലെ ഉണ്ടാവും. നിങ്ങളാരാ? നാമാണ് യമൻ. ഇവിടെ ജോൺ ആരാണ്? Allow me to introduce myself. നാമാണ് യമൻ, പിന്നെ ഇത് ചിത്രഗുപ്തനും. Nice to meeting you. ശരി, ഞാൻ നിങ്ങൾക്ക് എന്ത് സഹായമാ ചെയ്യേണ്ടത്? ജോൺ, നാം കേട്ടത് നീ ആരെയും ഭയപ്പെടുകയില്ലെന്നാണല്ലോ. കേട്ടപ്പോ സന്തോഷം തോന്നി. ചിത്രഗുപ്ത, ആ ന്യായവിധി പുസ്തകം എടുക്കൂ. ഇത് ചരിക്കും യമദേവനാണല്ലോ. എന്ത് യമദേവനോ? അതെ ബോസ്, അതെ. അങ്ങയുടെ കാലാവധി കഴിഞ്ഞെന്നാ തോന്നുന്നത് ബോസ്. ഇല്ല, ഇങ്ങനെയൊന്നും സംഭവിക്കാൻ ഒരു സാധ്യതയുമില്ല. എന്റെ പൊന്നു യമദേവ, ഞാൻ വെറുതെ തമാശക്ക് അങ്ങനെ പറഞ്ഞതല്ലേ. എനിക്ക് എല്ലാവരെയും പേടിയായി. യമദേവൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണെന്നേ. നിങ്ങളുടെ ഗത കണ്ടാലും എനിക്ക് പേടിയാ. നിങ്ങളുടെ കൂടെ വന്നിരിക്കുന്ന ഇയാളെ കണ്ടാലും പേടിയാ. നിർത്ത്. നീ ആരെയാ അടിമയെന്ന് പറഞ്ഞത്? എന്താടാ, നിനക്കെന്നെ മനസ്സിലായില്ലേ? ഞാൻ ചിത്രഗുപ്തനാ. എല്ലാ പ്രാണികളുടെ പാപങ്ങളും പുണ്യങ്ങളും ഞാൻ എഴുതി വെക്കാറുണ്ട്. ഇപ്പൊ ഞാൻ നിന്റെ ന്യായവിധിയുടെ പുസ്തകം തുറന്ന് പറയാം. ഇന്ന് വരെ നീ എന്തൊക്കെ പുണ്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന്. പുണ്യം? ബോസ് പുണ്യൊന്നും ഒട്ടും ചെയ്തിട്ടില്ല. അതിന് പുസ്തകം നോക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞു തരാം. ഞങ്ങൾ രണ്ടുപേരുടെയും കൺമുൻപിൽ വെച്ച് നീ ഒരു മിണ്ടാ പ്രാണിയെ ക്രൂശിച്ചില്ലേ? ചിത്രഗുപ്ത, ഇവനെ കൊണ്ടുപോകുവാനുള്ള സമയമായിരിക്കുന്നു. നമുക്കിവനെ തിളപ്പിച്ച എണ്ണയിൽ കുളിപ്പിക്കാം. തന്തൂരി പൊരിക്കുന്നത് പോലെ ഇട്ട് പൊരിക്കാം. വേണ്ട, വരൂ, അവനെ നമുക്ക് ശരിക്കൊന്ന് പേടിപ്പിക്കാം. ഇനി അവൻ മോഷണമൊക്കെ നിർത്തിയിട്ട് നല്ല പണി ചെയ്യാൻ വേണ്ടിട്ട്. ചിത്രഗുപ്ത, ഇന്നത്തെ ദിവസം വളരെ ശുഭമാണ്. ഇന്ന് ആരെയും വധിക്കാൻ നമ്മൾ പോകുന്നില്ല ഭൂമിയിലേക്ക്. ഇന്നത്തെ ദിവസം ശുഭമല്ല മഹാരാജാവേ, ഭയങ്കര അശുഭമായിട്ടാണ് എനിക്ക് തോന്നണേ. എനിക്ക് തോന്നണ നമുക്ക് പെർമനന്റ് ആയിട്ട് വിരാമം കിട്ടിയെന്ന്.
അങ്ങനെ ഒരിക്കലും സംഭവിക്കാൻ പറ്റില്ല. ദൈവത്തിന് നമ്മുടെ ജോലി നമ്മളോട് ചോദിക്കാണ്ട് മറ്റൊരാൾക്ക് കൊടുക്കാൻ സാധിക്കില്ല. പക്ഷെ കൊടുത്തുപോയി. ദാ അങ്ങോട്ട് നോക്കൂ, നമ്മളുടെ ജോലി മറ്റൊരാള് ചെയ്യാൻ പോവുകയാണ്. താഴെ മറ്റൊരു യമദേവൻ വന്നിരിക്കുന്നു. മറ്റൊരു ചിത്രഗുപ്തനും കൂടെയുണ്ട്. ജോൺ, നമുക്കൊന്ന് നോക്കാം ഇവന്മാരാരാന്ന്. നമസ്കാരം ദൈവമേ, താങ്കൾ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇങ്ങനെ ഒരിക്കലും ഞങ്ങളോട് ചെയ്യരുത്. നിങ്ങളുടെ സ്ഥാനത്തേക്ക് ഞാൻ ആരെയും നിയോഗിച്ചിട്ടില്ല. ഓ, താഴെ പോയി നോക്കൂ അതാരെന്ന്. ശരി ബിഗ് ബോസ്, ഞങ്ങൾ ഇപ്പൊ തന്നെ പോയി നോക്കിയേക്കാം. വാ, കാണുന്നതെല്ലാം തത്സമയം അറിയിച്ചേക്കാം. സത്യം പറഞ്ഞ എനിക്ക് നല്ല സന്തോഷം തോന്നുന്നുണ്ട്. ജോൺ നമ്മുടെ യമദേവനെ കണ്ടപ്പോ ശരിക്കും പേടിച്ചു പോയെന്ന്. അതിനാരാ മേയ്ക്കപ്പെട്ടത്? ഈ ഞാനാ. ജോണിനാണെങ്കിൽ ഒരു ചുക്കും മനസ്സിലായിട്ടുമില്ല. അവര് മോട്ടുവും പത്തിലുമാണെന്ന് അവൻ എങ്ങനെ കണ്ടുപിടിക്കാനാ? അതെ, എനിക്ക് ജോൺ പേടിച്ച് വരണ്ട ഭയാനകമായ മുഖം കാണുന്ന ആഗ്രഹമുണ്ട്. ഓട്ടു പത്ലുവിന്റെ അടുത്ത് ക്യാമറ കൊടുത്ത് വിടേണ്ടതായിരുന്നു. ജോണ്ടാ പേടിച്ച മുഖം കാണാൻ നല്ല രസമുണ്ടാവും. ഓഹോ, അപ്പൊ ഇതല്ല നിങ്ങളുടെ പടിയായിരുന്നു അല്ലേ? കാണിച്ചു തരാം എല്ലാത്തിനെയും ഞാൻ. മോട്ടു, എന്റെ ചങ്ക, എന്റെ ബ്രോ, ആ ജോൺ നമ്മുടെ പ്ലാനുകളെല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. അതെ, ഒരു കുഴപ്പമില്ല വലിയേട്ടാ. നിങ്ങൾ അവനെ പറഞ്ഞു വിടൂ, ഞങ്ങൾ നോക്കിക്കോളാം. ആരാണ് നിങ്ങൾ രണ്ടുപേരും? എന്നിട്ട് ഞങ്ങളുടെ വേഷത്തിൽ എന്ത് ചെയ്യാണ് ഇവിടെ? ഞാനാണ് ശരിക്കുള്ള യമദേവൻ. ഇത് ശരിക്കുള്ള ചിത്രഗുപ്തനും. പത്ലു, നമ്മള് കള്ളക്കളികളൊക്കെ കണ്ടുപിടിച്ച് ജോണി നാടകക്കാരെ കാശും കൊടുത്ത് പറഞ്ഞു വിട്ടതാന്നാ തോന്നുന്നത്, നമ്മളെ പേടിപ്പിക്കാനായിട്ട്. നമ്മുടെ പ്ലാന് നമ്മുടെ അടുത്ത് തന്നെ ഇട്ട് പയറ്റാ. നമ്മള് ഭയങ്കരമായിട്ട് പേടിക്കൊന്നും വിചാരിച്ചിട്ട്. പറ, നിങ്ങൾ രണ്ടുപേരും ആരാണെന്ന്. ഞങ്ങളെ കണ്ടിട്ട് മനസ്സിലായില്ലേ? നാം തന്നെയാണ് ശരിക്കുമുള്ള യമൻ. കള്ളം പറയാണ് നിങ്ങൾ. ഞാനാണ് യമൻ. അപ്പോൾ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്നാണോ പറഞ്ഞു വരുന്നത്? ഇനി വിശ്വാസം വന്നില്ലെങ്കിൽ മുകളിലോട്ട് ചെന്ന് ചോദിച്ചിട്ട് വരൂ. ഞാൻ ഇപ്പൊ തന്നെ വലിയ ബോസിനോട് പോയി ചോദിച്ച് എല്ലാ കാര്യം കൈയോടെ അങ്ങോട്ട് ക്ലിയർ ചെയ്യാം. വലിയ ബോസോ? എനിക്ക് തോന്നുന്നത് അവന് ജോണിന് ഫോൺ ചെയ്യാന്നാ. വേഗം വാ, നമുക്ക് പോയേക്കാം. ആഹാ, യമദേവ, ആ പുതിയ യമദേവനും ചിത്രഗുപ്തനും അപ്രത്യക്ഷനായി. നോക്ക്, അവന്മാരങ്ങും രക്ഷപ്പെടാൻ പാടില്ല. മഹാരാജാവേ, ഇവന്മാർ തന്നെയാ. ഇവന്മാരുടെ പ്രാണൻ എടുക്കാനാണ് പുതിയ യമദേവനും ചിത്രഗുപ്തനും പുറകെ ഓടിക്കൊണ്ടിരുന്നത്. നാമാണ് യമൻ. നിങ്ങൾ എന്തിനാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്? യമന്റെ കൈ ആർക്കും ഓടി രക്ഷപ്പെടാനാവില്ല. ഹേയ് മോട്ടു പത്തിലു, നിങ്ങൾ ഇതുവരെ ചെയ്തതൊക്കെ മതി. ഇനിയെങ്കിലും ഈ നാടകം ഒന്ന് അവസാനിപ്പിക്കാമോ? ഇനി നിങ്ങൾക്ക് ജോണിനെ പറ്റിക്കാൻ പറ്റില്ല. നീ എന്നെ മോട്ടൊന്ന് വിളിച്ചോ? ഇപ്പൊ തന്നെ എന്നോട് ക്ഷമ ചോദിച്ചോ, അല്ലെങ്കിൽ ഓഹോ, നിന്റെ മാജിക് ഒക്കെ കൊള്ളാം കേട്ടോ. ശരി, ഇതൊക്കെ എവിടുന്നാ പഠിച്ചതെന്ന് പറയേ. ഇവിടെ നിന്ന് നോക്കാം ജോണി ഡ്യൂപ്ലിക്കേറ്റ് യമന്റെ അടുത്ത് എന്താ പഠിപ്പിക്കുന്നതെന്ന്. മതിയാക്ക് പോട്ടു, വെറുതെ എന്നെ ദേഷ്യം പഠിപ്പിക്കരുത്. ഞാൻ നിന്നെ പറ്റിയുള്ള എല്ലാ സത്യങ്ങളും മനസ്സിലാക്കി. ഞാൻ പറയുന്നത് കേക്ക്. ഇനി നിനക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല പോട്ടു. ചൂടായ എണ്ണയിലിട്ട് എന്നെ വറുത്തെടുക്കാനും പറ്റില്ല, തന്തൂരി അടുപ്പിലിട്ട് എന്നെ വേവിക്കാനും പറ്റില്ല. നിനക്കും മനസ്സിലായല്ലേ ഞങ്ങള് രണ്ടുപേരും റിട്ടയർ ആയെന്ന്? ആരാണ് പറഞ്ഞത് ഇവന്മാരോട്? ചിത്രഗുപ്ത, ഫോൺ വിളി. വലിയ ബോസിനെ ഇപ്പൊ തന്നെ ഫോൺ വിളി. ഫോൺ ചെയ്തോളൂ. എത്ര പേരെ വേണമെങ്കിലും നിങ്ങൾ ഫോൺ ചെയ്തോളൂ. പക്ഷെ ഫോൺ ചെയ്ത ശേഷം ഇവിടുന്ന് വേഗം സ്ഥലം വിട്ടോണോ, അല്ലെങ്കിൽ ഉണ്ടല്ലോ. സ്ഥലം വിടാനോ? അതും ഞാനോ? നിർത്തിക്കോ നിന്റെ ഭീഷണി. ഹലോ വലിയ ബോസ്, എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എന്റെ റിട്ടയർമെന്റിന്റെ വാർത്ത ഇവിടെ എല്ലാരും അറിഞ്ഞിരിക്കുന്നു. ഇവിടെ വേറൊരു യമദേവനാണ് ചാർജ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ ഒന്നുമില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കുന്നു. ഞങ്ങൾ ഇപ്പൊ അവരെ കണ്ടതേ ഉള്ളൂ വലിയ ബോസ്.
ഞാൻ സത്യമാണ് പറയുന്നത് വലിയ ബോസ്. എന്റെ പത്ലു, ഇത് ശരിക്കുമുള്ള യമൻ തന്നെയാണ്. നമുക്ക് വലിയൊരു തെറ്റ് തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇല്ല, ഞാൻ ആരെയും നിയമിച്ചിട്ടില്ല. നിങ്ങൾ റിട്ടയർ ആയിട്ടില്ല. വ്യാജ യമരാജ് ഏതോ മരത്തിന്റെ പുറകിൽ നിന്ന് നിങ്ങളെ ഒളിഞ്ഞൊളിഞ്ഞു നോക്കുന്നുണ്ട്. സത്യം എന്താണെന്ന് അയാളോട് പോയി ചോദിക്കേ. നിങ്ങൾ രണ്ടുപേരും ജഡ്കയുടെ വാക്കും കേട്ട് അയാളുടെ ഗാഡ്ജറ്റ് കൊണ്ടല്ലേ മുകളിലേക്ക് പോയത്. ആ ജഡ്ക ഫ്ലൈയിങ് കാർ കൊണ്ട് ഇപ്പൊ വന്നു കാണും. അയാള് ലൗഡ് സ്പീക്കറിൽ പറഞ്ഞതല്ലേ നിങ്ങളിപ്പോ കേട്ടത്. എന്തൊക്കെ സംഭവിച്ചാലും ഈ ജൂണിനെ പറ്റിക്കാൻ പറ്റില്ല. വ്യാജ യമരാജും ചിത്രഗുപ്തനും നമ്മുടെ മുമ്പിൽ വാ. ക്ഷമിച്ചാലും മഹാരാജാവേ, ക്ഷമിച്ചാലും. ഞാൻ അങ്ങയെ പോലെ വേഷമിട്ട ആ ജോണിനെ പേടിപ്പിക്കുകയായിരുന്നു. അവൻ ഇവിടെ കിടന്ന് ഒരുപാട് മോഷണവും ഗുണ്ടായുസവും കാണിക്കുകയായിരുന്നു. ഞങ്ങൾക്കറിയില്ലായിരുന്നു പ്രഭു, ശരിക്കുമുള്ള യമരാജൻ വരുമെന്നുള്ള കാര്യം. ഞങ്ങൾ വിചാരിച്ചത് ജോൺ ഡ്യൂപ്ലിക്കേറ്റ് യമരാജൻ അയച്ചിട്ട് പേടിപ്പിക്കാൻ നോക്കാന്നാ. ഞങ്ങളോട് ക്ഷമിക്കണം മഹാരാജാവേ, ഞങ്ങൾ ചെയ്തത് വളരെ വലിയൊരു തെറ്റാണ്. ഇത് ശരിയായ യമരാജാവാണ്. നിങ്ങൾ രണ്ടുപേരും നല്ല മനുഷ്യരാ. ഒരു ശുഭകാര്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ ഞങ്ങളുടെ വേഷം ധരിച്ചതെന്ന് ഓർക്കുമ്പോൾ ഞങ്ങൾ നിങ്ങളെ മനസ്സുകൊണ്ട് ക്ഷമിച്ചിരിക്കുന്നു. ദയവ് ചെയ്ത് ഞങ്ങളോട് കൂടി ഒന്ന് ക്ഷമിക്കണേ യമരാജാവേ. ഞാൻ ആദ്യം വിചാരിച്ചത് നിങ്ങൾ രണ്ടുപേരും ബോട്ടും പത്തിനുമാണെന്ന്. എനിക്കൊരു അബദ്ധം പറ്റിയതാണ് രാജാവേ. ജോൺ, നിങ്ങൾ ഒരു ദുഷ്ടനായ മനുഷ്യനാണ്. അതുകൊണ്ട് നിനക്ക് എന്തെങ്കിലും ഒരു ശിക്ഷ തന്നേ തീരൂ. ഇതാണ് നിനക്കുള്ള ശിക്ഷ. ഇന്നോ പിടിച്ചു. യമരാജനെ അയാളുടെ വാഹനമില്ലാണ്ട് കാണാൻ ഒരു ഭംഗിയുമില്ല. എത്ര നാൾ ആഗ്രഹിക്കുന്നുവോ അത്രയും നാൾ ഇവന്റെ പുറത്ത് കയറി സവാരി ചെയ്യാം. അത് കഴിഞ്ഞാ പഴയതുപോലെ ഇവൻ മനുഷ്യനായി മാറിക്കോളും. യമദേവ ഒന്ന് നിൽക്കണേ, സോറി. Watch India's largest kids library only on Jio Hotstar. Download the app now.